എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ്. എല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ വ്ളോഗ് ഒരു ലിഫ്റ്റ് ചോദിച്ച് എവിടെയെങ്കിലുമൊക്കെ പോകുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ട്രാവൽ വ്ളോഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ ഒപ്പം പറയും. ഒപ്പം തന്നെ എൻ്റെ വിശേഷങ്ങളും നമ്മുടെ ഈ യാത്രയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്. സോ കോഴിക്കോട് വെസ്റ്റിലാണ് ഞാൻ ലിഫ്റ്റ് ചോദിക്കുന്നത്. ഒരുപാട് ലിഫ്റ്റ് ചോദിച്ചതിന് ശേഷമാണ് എനിക്കൊരു ലിഫ്റ്റ് കിട്ടുന്നത്. എന്തായാലും എൻ്റെ ഭാഗ്യത്തിന് 2 ചെറുപ്പക്കാരായിരുന്നു വണ്ടിയിലുണ്ടായിരുന്നത്. അവരെന്നെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. എന്തായാലും എറണാകുളത്തേക്കാണ് നമുക്ക് ലിഫ്റ്റ് കിട്ടിയിരിക്കുന്നത്. എറണാകുളം പറവൂർ വരെ അവരുണ്ടാവും. അവിടുന്ന് അങ്ങോട്ട് എങ്ങനെ പോകണം, എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളത് പിന്നീട് ആലോചിക്കാം. സോ ഞാൻ ലിഫ്റ്റ് ചോദിച്ച സമയത്ത് എന്നോട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. അതിനുശേഷം മാത്രമാണ് അവരെനിക്ക് ലിഫ്റ്റ് തന്നത്. എന്തായാലും ഞാൻ ഹാപ്പിയാണ്. നമുക്ക് ഫസ്റ്റത്തെ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമല്ലോ, ലിഫ്റ്റ് ചോദിക്കുക എന്നുള്ളതും ലിഫ്റ്റ് ചോദിച്ചിട്ട് കിട്ടുക എന്നുള്ളതും. ആദ്യത്തെ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേയും ഇപ്പോഴും എൻ്റെ മനസ്സിൽ നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. കാരണം എറണാകുളത്ത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഇനിയിപ്പം നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെയാണ് എൻ്റെ ഒരു ടെൻഷൻ. എന്തായാലും ആ ടെൻഷനൊക്കെ മാറ്റി വെക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ ഒന്ന് മാത്രമേ ഉള്ളൂ. യൂട്യൂബ് ചാനൽ നമുക്ക് ആർക്കും എപ്പോഴും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ്. എന്നാൽ അതിൽ കൂടുതൽ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, നമ്മളെ ആദ്യം ഒന്ന് അനലൈസ് ചെയ്യാം. നമുക്ക് പറ്റുന്ന ജോലിയാണോ, ഓക്കെ എനിക്ക് ഇതാണ് ആഗ്രഹം, അല്ലെങ്കിൽ എനിക്ക് ഇത് ചെയ്താൽ കൊള്ളാം, ഇത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതൊക്കെ നമ്മൾ അനലൈസ് ചെയ്യാം. ഫൈനലി നിങ്ങളുടെ തീരുമാനം ഉറപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണ്ടത് കൺസിസ്റ്റൻസി. തുടർച്ചയായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുക. ഏത് കാര്യവും നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ എപ്പോഴും കൊടുത്തുകൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിന് എന്തായാലും ഒരു ദിവസം റിസൾട്ട് ഉണ്ടാവും. നമ്മൾ ആത്മാർത്ഥമായിട്ട് കാര്യങ്ങളെ സമീപിക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് കാര്യങ്ങളെ സമീപിക്കാൻ തയ്യാറായി നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഇനി എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഒരു ഫോൺ മതി നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ. പിന്നെ എനിക്കുണ്ടായ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു iPhone 15+ എടുത്തു. 15+ എടുത്ത സമയത്ത് എനിക്ക് ഏകദേശം 1 ലക്ഷം രൂപേൻ്റെ അടുത്ത് ചിലവാണ്. നിങ്ങളത്ര ചിലവാക്കണ്ട, നിങ്ങളുടെ കയ്യിലുള്ള ഫോൺ മാത്രം മതി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാനൊരു മൈക്ക് എടുത്തു. ആ മൈക്ക് ഏകദേശം 2500 റുപ്യേൻ്റെ സാധാരണ ഒരു മൈക്കാണ്. പക്ഷേ അതും എനിക്കൊരു ലോ ക്വാളിറ്റി സാധനമായിരുന്നു. അതും എനിക്ക് നഷ്ടമായിപ്പോയി. അപ്പോൾ അങ്ങനെ വെറുതെ അനാവശ്യമായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞൊരു അഡ്വൈസ്. സോ ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുന്നേ കുറച്ച് ട്രാവലിംഗ് എക്സ്പീരിയൻസും കൂടി ആവാം. ഞാൻ നിങ്ങൾക്ക് ചില കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. ഇത് ഈ കാണുന്നത് ഒരു ആക്സിഡൻ്റാണ്. രാവിലെ ഒരു 5:30 ആയി കാണും. നമ്മൾ ഈ രാവിലെ അല്ലെങ്കിൽ രാത്രിയൊക്കെ വാഹനങ്ങൾ ഓടിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് ഉറക്കം തൂങ്ങുന്ന സമയത്ത് നമ്മളൊന്ന് വണ്ടി സൈഡാക്കി ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളെ നമുക്ക് മാറ്റി നിർത്താം. നിങ്ങൾ ഉറക്കം തൂങ്ങിക്കൊണ്ട് വണ്ടി ഓടിക്കാതിരിക്കുക. പേഴ്സണലി എനിക്ക് അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായത് കൊണ്ടും കൂടിയാണ് ഞാൻ പറയുന്നത്. അപകടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അപകട സാധ്യതകളെക്കുറിച്ച് കൂടി പറയണമല്ലോ. ആ കാണുന്ന ട്രക്കിൻ്റെ ബാക്കിൽ പാറി പറന്ന് നടക്കുന്ന ഒരു ക്ലോത്ത് കണ്ടില്ലേ, ആ ക്ലോത്ത് വിട്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടീൻ്റെ മേലേക്ക് വരും, നമുക്ക് ആക്സിഡൻറ്റ് പറ്റും. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ പെട്ട് കഴിഞ്ഞാൽ അവരെ അറിയിക്കുക കേട്ടോ. ഞങ്ങളതൊക്കെ അറിയിച്ചിട്ടാണ് മുന്നോട്ട് വണ്ടി എടുത്തത്. സോ എന്തായാലും നേരം വെളുത്ത് തുടങ്ങി. ഇനി നല്ല ക്ലൈമറ്റാണ് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും നമ്മൾ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിച്ച ദിവസം എന്തായാലും എനിക്ക് നല്ല ദിവസമായിട്ട് തോന്നുന്നു. എല്ലാം കൊണ്ടും നല്ല ദിവസമായി തോന്നുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. കാര്യങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ അതങ്ങോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ചെയ്യുന്നതിന് മുന്നേ കുറേ നെഗറ്റീവ് വിചാരിച്ചെങ്കിൽ പോലും ഇപ്പോൾ അത് പോസിറ്റീവായി തുടങ്ങി. ഏകദേശം നമ്മൾ ചമ്മരവട്ടം പാലത്തിൻ്റെ അടുത്തെത്തി. അപ്പം ഇവിടെ ചായ കുടിക്കാനൊരു ചെറിയ പ്ലേസ് കണ്ടപ്പം നമ്മളിവിടെ സൈഡാക്കി. ഒരു ചെറിയ തട്ടുകട ഉണ്ട്, നല്ല അടിപൊളി തട്ടുകടയാണ്. അതിൻ്റെ വിശേഷങ്ങൾ പറയാം. എന്തായാലും നമ്മുടെ സച്ചു ബ്രോ ചിരിക്കുന്നുണ്ട്, വേറെ ഒന്നുമല്ല. ഞാൻ എവിടെ ഇറങ്ങിയാലും എവിടെ നിന്നാലും എല്ലായിടത്തും ക്യാമറ വെച്ചുകൊണ്ട് നിൽക്കുക, കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുക. ഇത് തന്നെയാണ് ഇനി മുതൽ പറയാനുള്ളത് ക്യാമറയെക്കുറിച്ച്. നമ്മൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെ ക്യാമറ വെക്കണം, ഏത് രീതിയിൽ ക്യാമറ ഷൂട്ട് ചെയ്യണം എന്നൊക്കെ പറയാം. ഈ ചായയും ഈ ഈ പത്തിരി അടിപൊളി കേട്ടോ, സൂപ്പറാണ്. നല്ല മൊരിഞ്ഞ പത്തിരിയായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവരാണ് ചായയൊക്കെ ഉണ്ടാക്കുന്നത്. എന്തായാലും നിങ്ങൾ ചമ്രവട്ടം വഴിക്ക് പോവുകയാണെങ്കിൽ ഇവരുടെ പീടിയിൽ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ച് നൈസായിട്ട് പോവാം. നേരത്തെ പറഞ്ഞാൽ ഉറങ്ങാതിരിക്കാൻ ഒരു ചായ ബെസ്റ്റാണ്.
തികച്ചും ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ്. സോ എനിക്ക് ടെക്നിക്കലി ഒരുപാട് കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരാനൊന്നും അറിയില്ല. എന്നാലും ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ വേറെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്നത് എൻ്റെ തെറ്റുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഓക്കെ അത് ചെയ്യരുത് എന്നുള്ള ഒരു ബോധമെങ്കിലും ഉണ്ടാവില്ല. നല്ല ക്ലൈമറ്റ് അല്ലേ, അടിപൊളി. ഇത് ഞാനൊരു സിനിമാറ്റിക് വീഡിയോ ആണ് ചെയ്തത്. എനിക്കിഷ്ടപ്പെട്ടു പേഴ്സണലി ഈ ഒരു ഫ്രെയിം. നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് ക്യാമറയിലാണ്. നമ്മൾ ക്യാമറ എന്ന് പറയുന്നത് നമ്മുടെ ഫോണിലാണ് എടുക്കുന്നത് എങ്കിൽ പോലും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചറപറ വീഡിയോ എടുക്കാതിരിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വീഡിയോ ഒക്കെ ഞാൻ എടുക്കുന്ന സമയത്ത് ഏകദേശം എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിലുണ്ടാകുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു 1 hour ഇതിൽ ചിലപ്പോൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഫോണിൻ്റെ മെമ്മറി നിറയും എന്നുള്ളതാണ്. സെക്കൻഡ്, നമ്മളിത് എഡിറ്റിംഗ് ടേബിളിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടും. എഡിറ്റിങ്ങിനെ കുറിച്ച് ഞാൻ പറയാം, അതിനു മുന്നേ ഞാൻ ക്യാമറയെക്കുറിച്ച് തന്നെ പറയാം. ഒരുപാട് വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാതിരിക്കുക. നിങ്ങൾ പോകുന്ന സ്ഥലത്തിനെ കുറിച്ചിട്ട് നിങ്ങൾ വ്യക്തമായ ഒരു ധാരണ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പ്രധാനപ്പെട്ട ജംഗ്ഷൻസ്, അവിടുത്തെ ചില ആളുകൾ, അവരുടെ മൊമെൻറ്റ്സ്, നല്ല മൊമെൻറ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ക്യാപ്ചർ ചെയ്യാൻ നോക്കുക. ഏറ്റവും കൂടുതൽ നമുക്ക് കണക്റ്റ് ആവുന്ന ചില കാര്യങ്ങൾ, ഫുഡ്, നമ്മളെ ആ ഒരു റൊട്ടീനിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ, അത് ഒരുപാട് സമയമൊന്നും ഷൂട്ട് ചെയ്ത് വെറുതെ അലമ്പാക്കാൻ നിൽക്കണ്ട. കുറച്ച് മതി, എല്ലാം കട്ട് ചെയ്ത് പടപടാറിന് പോവും. ഒരുപാടൊന്നും ഷൂട്ട് ചെയ്യേണ്ടെന്ന് പറയാൻ ഒരു കാരണമുണ്ട്. നിങ്ങളെപ്പോഴും നമ്മുടെ പ്രേക്ഷകർക്ക് എന്തെങ്കിലുമൊക്കെ ക്യൂരിയോസിറ്റി കൊടുക്കണം. അതായത് അവർക്കും അവിടെ പോകണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്കും കാണാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ? അവർ പോയാൽ കാണുമ്പോൾ അത്ഭുതപ്പെടാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ? നമ്മളെല്ലാം കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവിടെ പോകേണ്ടി വരില്ല. അപ്പം എല്ലാവരും യാത്ര ചെയ്യണം. ആ യാത്രയ്ക്ക് നമ്മളൊരു കാരണമാണെങ്കിൽ എല്ലാം കാണിച്ചു കൊടുക്കരുത്, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക. അപ്പം ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും, നമുക്ക് അവിടെ നിന്ന് പോയാൽ കൊള്ളാമെന്നുള്ള. ഓക്കെ, എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ക്യാമറേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഒരു DSLR ക്യാമറയൊക്കെ വെച്ചിട്ട് ഒരു ട്രാവൽ വ്ളോഗ് ചെയ്യുന്നതിനേക്കാൾ എത്രയോ ബെറ്ററാണ് ഒരു നല്ല ഫോൺ ഉപയോഗിച്ച് വ്ളോഗ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഏറ്റവും പെട്ടെന്ന് യൂസ് ചെയ്യാൻ ഫോണാണ് ഏറ്റവും നല്ലത്. ക്യാമറകളാകുമ്പം അതിൻ്റെ ലെൻസും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് കളിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഒരു GoPro മാരത്തെ ഒരു ക്യാമറയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഏറ്റവും ബെറ്റർ ഒരു നല്ല ഫോണാണ്. അടുത്തത് പറയാനുള്ളത് മൈക്കിൻ്റെ കാര്യമാണ്. നമ്മൾ വോയിസ് റെക്കോർഡിങ് ഞാനൊക്കെ ഇപ്പം ഐഫോണിൽ തന്നെയാണ് വോയിസ് റെക്കോർഡ് ചെയ്യുന്നത്. ഇത് എത്രത്തോളം നിങ്ങളിലേക്ക് ശബ്ദം എത്തുന്നു എന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് ഇപ്പോഴും അറിയില്ല. പക്ഷേ എൻ്റെ ഒരു വിശ്വാസം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ കേൾക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. പിന്നെ നമ്മൾ ലോ ക്വാളിറ്റിയിലുള്ള ഒരുപാട് മൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കിട്ടും. പക്ഷെ അതൊക്കെ മേടിച്ചിട്ട് പിന്നീട് അത് വേണ്ടില്ലായിരുന്നു എന്ന് തോന്നുന്ന ചില സമയങ്ങളും ഉണ്ടാവും. അത് എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. പല ആളുകളും മൈക്കിനെ കുറിച്ചിട്ട് പല വ്ളോഗും ചെയ്യുന്നുണ്ട്. നല്ല മൈക്കാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നത്. ഞാൻ അങ്ങനെ കേട്ടിട്ട് വാങ്ങിയ പല മൈക്കും അതല്ല, 1-2 മൈക്ക് വാങ്ങിയിട്ടുണ്ട്. ആ 2 മൈക്കും ഈ പറഞ്ഞ മാതിരി ഒരു മോശം അവസ്ഥയിലാണ് നിൽക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ പൈസ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ നല്ല റോഡിൻ്റെ ഒരു മൈക്ക് വാങ്ങും എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ വീഡിയോ എടുക്കുന്ന സമയത്ത് കഴിയുന്നതും നിങ്ങൾ അപ്പം തന്നെ റെക്കോർഡ് ചെയ്യാൻ നോക്കുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം നമുക്ക് പലപ്പോഴും നമ്മൾ ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പിന്നീട് ഡബ് ചെയ്ത് കയറ്റാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വേർഡ്സ് കിട്ടാൻ, നമ്മളിതിനെ കുറിച്ച് പഠിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിനു മുന്നേ ചെറിയൊരു സ്ക്രിപ്റ്റൊക്കെ റെഡിയാക്കിയിട്ട് നമ്മളൊരു സ്ഥലത്തേക്ക് പോയിട്ട് നമ്മൾ വ്ളോഗ് ചെയ്യാനാണ് പോകുന്നതെങ്കിൽ ചെറിയ സ്ക്രിപ്റ്റൊക്കെ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നല്ലതാണ്. എൻ്റെ ഒരു അഭിപ്രായമാണ്, നല്ലതാണ്. നമുക്ക് സ്പോട്ടിൽ തന്നെ കാര്യങ്ങൾ പറയാൻ പറ്റുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. ഇനി പറയാൻ പോകുന്ന കാര്യം, പല യൂട്യൂബേഴ്സും യൂട്യൂബ് വീഡിയോകൾ കണ്ടിന്യൂസ് ആയിട്ട് എന്തുകൊണ്ട് ഇടുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും വലിയ കാരണം ഞാൻ പല യൂട്യൂബേഴ്സിനോടും ചോദിച്ച സമയത്ത് അവർ പറഞ്ഞത് എഡിറ്റിംഗ് ആണ്. എഡിറ്റ് ചെയ്യാനുള്ള മടിയാണ്. എഡിറ്റിംഗ് ടേബിളിലേക്ക് വരുന്ന സമയത്ത് എല്ലാവർക്കും മടിയാണ്. ഇത് ഷൂട്ട് ചെയ്യാനും നമ്മൾ യാത്ര ചെയ്യാനൊക്കെ എല്ലാവർക്കും ഭയങ്കര താല്പര്യമാണ്. പക്ഷേ എഡിറ്റിംഗ് ടേബിളിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര മടിയാണ്. ഒന്നാമത് നല്ല സമയം വേണം.
ഇത് ചെയ്തുണ്ടാക്കാൻ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ക്ഷമ വേണം. പിന്നെ കുറച്ചും കൂടി നമ്മുടെ തലയിൽ കുറച്ചും കൂടി ക്രിയേറ്റിവിറ്റി അവിടെ കട്ട് ചെയ്ത് ഇവിടെ കട്ട് ചെയ്ത് അങ്ങനെ കൊണ്ടുവരാനുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോഴാണ് ഈ പരിപാടി നിർത്തിപ്പോകുന്നത്. അപ്പോൾ എഡിറ്റിംഗ് ഒരു പ്രധാന ഘടകമാണ്. ഞാനും പലപ്പോഴും വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചിന്തിക്കാറുണ്ട്, ഇതൊക്കെ എപ്പോഴാണ് എഡിറ്റ് ചെയ്ത് ദൈവമേ എന്ന്. ഇപ്പം എനിക്ക് കുഴപ്പമില്ല, ഞാനിതെൻ്റെ ജോലിയാണെന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങിയത് കൊണ്ട് ഞാനിപ്പം നിരന്തരമായിട്ട് വീഡിയോ ചെയ്യുന്നു, വീഡിയോ എഡിറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് പ്രശ്നമില്ല. എന്തായാലും ഒരുവിധം യൂട്യൂബേഴ്സിൻ്റെയൊക്കെ ഏറ്റവും വലിയ വില്ലനായി മാറുന്നത് എഡിറ്റിംഗ് ടേബിളാണ്. അപ്പം ആ കാര്യത്തിൽ നിങ്ങളെപ്പോഴും ഒരു ശ്രദ്ധ കൊടുക്കുക. കഴിയുന്നത് സ്പോട്ടിൽ തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അതായത് ഇന്നൊരു ട്രാവൽ പോയി ഇന്ന് തന്നെ വൈകുന്നേരം കുത്തിരുന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റുകയാണെന്ന് വെച്ചാൽ ഏറ്റവും ബെറ്റർ അതാണ്. അല്ല നാളത്തേക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ അത് മാറ്റി വെച്ച് ഒരു 10 ദിവസം പിന്നെയും അങ്ങോട്ട് പോയി പോകും. അപ്പം അങ്ങനെ മാറ്റി വെക്കാതെ നിൽക്കുക, കഴിയുന്നത് സ്പോട്ടിൽ ചെയ്യുക. അപ്പം നിങ്ങൾ പോയ സ്ഥലങ്ങൾ, നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ സ്പോട്ടിൽ നല്ല ഓർമ്മ ഉണ്ടാവും എന്നുള്ളത് വലിയൊരു കാര്യമാണ്. സോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ ഏകദേശം വാടാനപ്പള്ളി ചാവക്കാടൊക്കെ എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ വാടാനപ്പള്ളി എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പ്ലേസാണ്. എൻ്റെ കൂട്ടുകാർക്ക് അവിടുന്ന് ആക്സിഡൻറ്റ് പറ്റിയിരുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. കുറേ വർഷം ഇല്ല, ഒരു 4 വർഷങ്ങൾക്ക് മുമ്പ്. അതിൽ ഒരുപാട് ആൾക്കാർക്ക് ഗുരുതരമായ പരിക്കൊക്കെ ഉണ്ടായിരുന്നു. കാല് മുറിക്കേണ്ട സിറ്റുവേഷൻ വരെ എത്തിയ ആളുകളൊക്കെ ഉണ്ട്. തലയ്ക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള പരിക്കുകളൊക്കെ പറ്റിയ ആളുകളുണ്ട്. അന്ന് ആ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അതിന് കാരണം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വാഹനങ്ങൾ ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് ഉറക്കം തൂക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ജീവനും കൂടി അതൊരു ഭീഷണിയാണ്. അവരുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല സമയങ്ങൾ നമ്മൾ കാരണം പോവും. അതുകൊണ്ട് നമുക്ക് ഉറക്കം തൂക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു സൈഡാക്കി വെച്ച് ഒന്ന് ഉറങ്ങിയിട്ടൊക്കെ വണ്ടി ഓടിക്കുക, സേഫ് ആവുക, എല്ലാവരും സേഫ് ആക്കുക. അതാണ് ഒരു ഡ്രൈവറിൻ്റെ ഏറ്റവും നല്ല ധർമ്മം. പിന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തികച്ചും എൻ്റെ അനുഭവങ്ങൾ മാത്രം കേട്ടോ. നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ടെക്നിക്കലി ഉള്ള കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. നമുക്ക് മെൻ്റലി ഏതൊക്കെ രീതിയിൽ ലോ ആവും അല്ലെങ്കിൽ ഹൈ ആവും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ക്യാമറയെക്കുറിച്ച് പറഞ്ഞു, എഡിറ്റിങ്ങിനെ കുറിച്ചും പറഞ്ഞു, പിന്നെ നമുക്കുണ്ടാകുന്ന മടികളെക്കുറിച്ച് പറഞ്ഞു, നമ്മുടെ ജോലി ഇതാണെന്ന് സെലക്ട് ചെയ്യേണ്ടത് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു, അല്ലേ? അപ്പം നിങ്ങളൊരു നല്ല തീരുമാനം എടുക്കുന്ന ആളാണെങ്കിൽ, ഒരു നല്ല ഡിസിഷൻ മേക്കർ ആണെങ്കിൽ 100% ആയിട്ടും യൂട്യൂബിലേക്ക് ഇറങ്ങണം. ഒരുപാട് കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മളതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇറങ്ങണം എന്ന് വിചാരിച്ചാൽ നമ്മൾ ഇറങ്ങണം. കാരണം അത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ യൂട്യൂബ് പോലത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമുകളൊക്കെ കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങുക. ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്കൊരു കാര്യമായിട്ടുള്ള പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. കാരണം ഒന്നുമല്ല, ഞാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. എല്ലാ വീഡിയോസും എല്ലാ ചാനലും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട്. കാരണം എനിക്ക് വലിയ നഷ്ടങ്ങളൊന്നുമില്ല ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഞാനൊന്ന് ഞെക്കിയതുകൊണ്ട്. കാരണം ഒരാൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെടട്ടെ, അയാൾക്കൊരു പ്രോത്സാഹനമല്ലേ, അയാളുടെ ഒരു അറ്റംപ്റ്റ് അല്ലേ എന്നാണ് ഞാൻ ചിന്തിക്കാറുള്ളത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾ യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പെൻഡിങ്ങിൽ ഒരു 5-6 വീഡിയോസെങ്കിലും കൂടുതൽ വേണം. എൻ്റെ കയ്യിൽ ചുരുങ്ങിയത് ഇപ്പോൾ ഒരു 10-24 വീഡിയോസെങ്കിലും നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള വീഡിയോസ് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ യാത്രകൾ പോയിട്ടുണ്ട് ഇതിന് ശേഷവും ഇതിന് മുന്നേയും. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആഴ്ചയിലൊരു 2 വീഡിയോ എങ്കിലും ഇടണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എൻ്റെ ഇന്നത്തെ ഈ അറ്റംപ്റ്റിൻ്റെ വിജയം തന്നെയാണ് എൻ്റെ ഒരു കോൺഫിഡൻസ്. കാരണം ഞാൻ രാവിലെ 4 മണിക്ക് വീട്ടിൽ നിന്ന് അമ്മയോട് പറയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ലിഫ്റ്റ് വെച്ച് എവിടെയെങ്കിലുമൊക്കെ പോവും എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ പ്ലാന്. പക്ഷേ ആ സമയത്തും ഞാൻ ലിഫ്റ്റ് വെച്ചാൽ കിട്ടുമോ, ഇനിയിപ്പം ആരെങ്കിലും ആ സമയത്ത് നമുക്ക് ലിഫ്റ്റ് തരുമോ എന്നൊക്കെയുള്ള ഒരു സംശയം എനിക്കുണ്ടായിരുന്നു, ഒരു ഭയം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാനത് ചെയ്ത് നോക്കിയപ്പോൾ അത് കറക്റ്റായി. അപ്പോൾ ഈ യാത്രയിലൂടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏത് കാര്യം ഒന്ന് ചെയ്ത് നോക്കുക, നമ്മളൊന്ന് ശ്രമിച്ചു നോക്കിയിട്ട് നമ്മൾ പരാജയപ്പെട്ട അത് പോട്ടെ എന്ന് വിചാരിക്കണം. ശ്രമിക്കാതെ നമ്മൾ പരാജയപ്പെട്ടവനെ പോലെ ഇരിക്കുന്നതിനേക്കാൾ നല്ലത് ശ്രമിച്ചിട്ട് നമ്മൾ പരാജയപ്പെടുക എന്നുള്ളതാണ്. പരാജയപ്പെട്ടില്ല, നമ്മൾ വിജയിക്കും. നിങ്ങൾ എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ നിങ്ങളൊരു അനിയൻകുട്ടനാണെന്ന് വിചാരിച്ചാൽ മതി. ഇന്നു മുതൽ നിങ്ങളുടെ ഒപ്പം ഞാനുണ്ടാവും.
നിങ്ങളുടെ ഫാമിലിയിൽ ഞാനുണ്ടാവും, നിങ്ങളൊരു അനിയൻകുട്ടനായിട്ട്. സോ കമൻറ്റ് ബോക്സിൽ ഞാൻ നിങ്ങളുടെ കമൻറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. എൻ്റെ പോരായ്മകളും നല്ല വശങ്ങളും ഒക്കെ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം, എന്നെ പ്രോത്സാഹിപ്പിക്കണം. നിങ്ങളുടെ ഒരു അനിയൻകുട്ടനാണ് ഞാൻ ഇന്ന് മുതൽ നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഇസ്മി കുട്ടൻ, ദിസ് ഇസ് ട്രാവൽ റേഡിയോ. അപ്പം നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായി. ബൈ ബൈ, സീ യു.